പോറ്റിയെ ഇറക്കിയപ്പോൾ കെ സിയെ കയറ്റാനുള്ള നീക്കമാണ്. പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് പോലെ പോറ്റി ഇറക്കിയപ്പോൾ കെ സിയെ കയറ്റാനുള്ള ഒരു നീക്കമാണ്. കുറ്റപത്രമൊന്നും സമർപ്പിക്കാതെ കൃത്യമായിട്ട് പോറ്റി ഇറക്കാനുള്ള സംവിധാനം സർക്കാർ ചെയ്തു കൊടുത്തു. ഇപ്പൊ വേറൊരു കാര്യമുണ്ട്. ഇത്രയും ദിവസം നമ്മളെ ഈ അതായത് അണികൾ ഏറ്റുപാടിക്കൊണ്ട് നടന്ന രാജേഷും മന്ത്രിമാരായിട്ടുള്ള രാജേഷും ശിവൻകുട്ടിയും ഒക്കെ പറഞ്ഞിരുന്ന സോണിയാഗാന്ധി തിയറി ഇന്നലെ നേരിട്ട് മുഖ്യമന്ത്രി തന്നെ അത് പ്രഖ്യാപിച്ചു. അത് ഏറ്റെടുത്തിരിക്കുന്നത് ഇത്രയും ദിവസം പറഞ്ഞിട്ട് ഇവരൊക്കെ പറഞ്ഞിട്ട് ഏക്കാത്തതുകൊണ്ടായിരിക്കും. ഇന്നലെ പത്തനംതിട്ടയിലെ മധ്യമേഖലാ ജാഥ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ജോസ് കെ മാണിയാണ് നയിക്കുന്നത് LDFന്റെ ജാഥ. അപ്പോൾ ആ ജാഥയ്ക്കകത്ത് വന്നിട്ട് ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ് പരിപാടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2004 പോറ്റിയെ കയറ്റിയത്. അത് അന്നത്തെ ദേവസ്വം മന്ത്രി. അതാണ് ഞാൻ പറഞ്ഞത്. പോറ്റിയെ ഇവർ ഇറക്കി വിട്ട് കഴിഞ്ഞിട്ട് KCയെ കയറ്റി വെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവരിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഈ ജനങ്ങൾ വിഡ്ഢികളാണ്. അത് കുറെ കാലമായി CPM അങ്ങനെ കാരണം ഞങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടോളും. ഇനിയിപ്പോ ഞങ്ങൾ പിണറായി വിജയനെ ഇറക്കിക്കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇതങ്ങ് വിശ്വസിക്കുമെന്നാണ്. ഇനിയിപ്പോ ഇവർ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. കാരണം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ട് അറിയാം, കാര്യങ്ങൾ അറിയാം. അകത്ത് കിടക്കുന്നവരെല്ലാം CPMകാരാണെന്നുള്ളത് അറിയാം. പോറ്റിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി ഒട്ടില്ലാതാണ്. പോറ്റി എല്ലാവരുടെയും ആളാണ്. അപ്പം ഈ വെളിയിൽ പോറ്റി ഇറങ്ങിയതിന് ശേഷം ഇപ്പം ഇവർ പറഞ്ഞ് ഈ സോണിയാഗാന്ധിയുടെ കാര്യങ്ങൾ ഇത്രയും ദിവസം അവർ പറഞ്ഞുകൊണ്ടിരുന്നതിന് അത്രയ്ക്ക് അങ്ങോട്ട് ഏറ്റില്ല എന്നൊരു തോന്നൽ CPMന് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ പിണറായി നേരിട്ട് അടുത്ത ആളിനെ പിടിച്ചു ഈ സംഭവം പിടിച്ചു. അതായത് അന്നില്ല കപ്പ് പൊക്കി പിടിച്ച് അപ് ടു 3 ബാക്ക് പിടിച്ചു. ആ സാധനം തിരിച്ചടിച്ചു പോയി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇവിടെയും അദ്ദേഹത്തെ ഇറക്കി ഈ സംഭവം പറയിക്കുകയാണ്. പേര് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ 2004 എല്ലാവർക്കും അറിയാമല്ലോ ദേവസ്വം മന്ത്രി ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് KC വേണുഗോപാലാണ്. അദ്ദേഹം പോരാ ഇപ്പൊ സത്യത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം എന്ന് പറയുന്നത് KC വേണുഗോപാൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അപ്പം ഈ 2004 പുള്ളിയെ പോറ്റി കൊണ്ടുവന്ന് ഈ മോഷണം നടത്തിച്ചു എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് പോറ്റിയെ അവിടെ കൊണ്ടുവന്നുകൊണ്ടാണല്ലോ പോറ്റി മോഷ്ടിച്ചത് എന്നാണ് ഇവരുടെ ഇത് കണ്ടാ തോന്നുകയാണ്. പിന്നെ KC ഇയാളെ കൈപിടിച്ച് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഇനി ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ കുറേ എണ്ണം കയറി പറ്റും എല്ലായിടത്തും. ഈ കൂട്ട അറസ്റ്റ് നടന്നല്ലോ, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഈ അറസ്റ്റ് നടന്നു. പത്മകുമാർ, N വാസു, സുധീഷ് കുമാർ, ബാബു. അപ്പൊ അന്ന് ഏറ്റവും രസകരമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യം, മണ്ണടിക്കാരനാണ് സുധീഷ് കുമാർ, അടൂര് മണ്ണടിക്കാരൻ. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. ഇയാൾ കോൺഗ്രസ് നേതാവാണെന്നും പറഞ്ഞ് ഈ സൈബർ സഖാക്കള് ഭയങ്കര പ്രതികരണം, ഭയങ്കരമായിട്ട് ഇതിൽ അടിച്ചു വിടുകയാണ്. അത് ഈ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇല്ലേ. VS ശിവകുമാറിൻ്റെ അനിയനെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞൊരു അരുൺകുമാർ എന്ന് പറയുന്ന CPMന്റെ മുന്നണി പോരാളി പോസ്റ്റ് ഇട്ടിട്ട് പിൻവലിച്ച് മാപ്പ് പറയേണ്ടി വന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഏതാണ്ട് അതേപോലെ തന്നെ ഈ സുധീഷ് കുമാർ എന്ന് പറയുന്ന ആള് കോൺഗ്രസ് INTUC നേതാവാണ്, അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവാണെന്നും പറഞ്ഞു. അപ്പോൾ നമ്മളിത് അന്വേഷണം മണ്ണടിക്കാരനാണ്. അതായത് അടൂര CPM നേതാക്കളുടെ പൊന്നോമന പുത്രനാണ്. അപ്പം ഇദ്ദേഹത്തിനെ അവിടുത്തെ മണ്ണടിയിലെ ബ്രാഞ്ച് സെക്രട്ടറി ആക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇയാൾ ഓൾറെഡി അന്നദാന കേസിൽ, വിജിലൻസ് കേസിൽ പ്രതിയാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുത്തെ മറ്റ് സഖാക്കളെല്ലാം ചേർന്ന് പറഞ്ഞു ഇയാളെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല, ബ്രാഞ്ച് സെക്രട്ടറി ആക്കാൻ ഞങ്ങൾ അംഗീകരിക്കുക. അങ്ങനെ അയാളെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാക്കി എടുത്ത് 2-3 മാസം കഴിയുമ്പോഴാണ് അങ്ങനെ ഈ അറസ്റ്റ്. കഴിഞ്ഞ ദിവസം NB ചെക്കുട്ടിയുടെ ജാതി മതം മാറ്റിയ സഖാക്കന്മാരുണ്ടായിരുന്നല്ലോ. ഇവർക്കൊക്കെ ചെക്കുട്ടി എന്നുള്ള പേര് കേട്ടപ്പോൾ ഇവർ കരുതി മുസ്ലിം ആണെന്ന് വിചാരിച്ചു എന്ന് പറയുന്നത് പോലെ ഈ ഇങ്ങനത്തെ ഒരു പ്രൊപ്പഗൻഡ. അതെ ഈ ഇവർക്ക് വേണ്ടിയുള്ള ഈ സൈബർ പോരാളികൾ പലതും ശുദ്ധ അബദ്ധമാണ് അടിച്ചു വിടുന്നത്. നമുക്കൊരു കാലത്ത് നമുക്കറിയാം CPM നേതാക്കളൊക്കെ വളരെ ആധികാരിക സംഭവിക്കുന്നത് നല്ല അറിവുള്ള ഉണ്ടായിരുന്നത്. അത് നേരെ വിപരീതമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇവർക്ക് ഒരു അടിസ്ഥാന തത്വമാണ് ഇവർ വിശ്വസിക്കുന്നത്. ഒരു കള്ളം പല തവണ ആവർത്തിച്ചാൽ സത്യമായി മാറും എന്നുള്ള ആ ഒരു ഇതിലാണ് സത്യത്തിൽ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അങ്ങനെയാണ്. ഇവർ പല കള്ളങ്ങളും സത്യമാക്കി മാറ്റുന്നതിൻ്റെ ഒരു രീതി അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ സോണിയാഗാന്ധിയുടെ അടുത്ത് ഇദ്ദേഹം പോയത് എന്തിനാണ്. ഇപ്പം ഇവർ തന്നെ കഥ മെനയുന്നു. സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇത് പുരാവസ്തു കച്ചവടമുണ്ട്, അതിനുവേണ്ടി ഇയാൾ ഈ സാധനം കൊണ്ട് കൊടുക്കാം. ഈ പിന്നെ വിജയ് മല്യ പൂശിയ സ്വർണം എങ്ങനെ പുരാവസ്തു 98 എത്ര വർഷം ഒരു പുരാവസ്തുവിന് ഉള്ള ഒരു സംഭവം. ഒരു പുരാവസ്തുവിന് നമുക്ക് ഒരു മിനിമം ഒരു 100 വർഷമെങ്കിലും പഴക്കം കൊടുക്കണ്ടേ
ഏറ്റവും കുറഞ്ഞത്. ഇനി ബ്രിട്ടീഷ് ഭരണകാലത്തെ ഒരു സാധനമാണെന്ന് കരുതുക, അതിനൊരു വിലയുണ്ടെന്ന് വയ്ക്കുക. ഈ 1998 ഇങ്ങനെ മല്ലിയ കൊണ്ട് പൂശിയ പാളി അതെങ്ങനെ പുരാവസ്തുവാകും? മാത്രമല്ല, പാളിയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്തു എന്നുള്ളതാണല്ലോ ഒടുവിലത്തെ കണ്ടുപിടുത്തം. രേഖകളൊന്നും ഇതുവരെ ഇതിന് തക്കതായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതാണ് കണ്ടുപിടുത്തം. അപ്പോൾ അപ്പോഴും അവർ പറയുന്നത് സോണിയാഗാന്ധിയെ പോയി കണ്ടിട്ട് കച്ചവടം നടത്തി. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറൊരു സാധനമുണ്ട്. ഈ ആംബുലൻസിന്റെ താക്കോല് ഇയാളെടുത്ത് പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ആ പടത്തിലെ ഒരു സ്ക്രീൻഷോട്ട് മാത്രം വ്യാജമാണെന്നും പറഞ്ഞാണ് ഇവർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവിനെതിരെ കേസെടുത്തത്. പക്ഷെ ആ പടം വ്യാജമല്ലല്ലോ. അല്ല, ചിരിച്ച് തമാശ നിൽക്കുകയാണ്, കുടുംബാംഗങ്ങൾ നിൽക്കുന്നുണ്ട്. പോറ്റിയോട് ഇങ്ങനെ സംസാരിക്കുന്നുമുണ്ട്. ഇതാ രീതിയിൽ വ്യാഖ്യാനിച്ചുകൂടെ? അല്ല, അങ്ങനെ ഈ പോറ്റിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തതിന് അടൂർ പ്രകാശിനെ പിടിക്കുകയാണെങ്കിൽ പിണറായി വിജയനെ പിടിക്കേണ്ടി വരും. ഇവരെല്ലാം, പിണറായി വിജയൻ മാത്രമല്ല എല്ലാവരും ഉണ്ടല്ലോ, രാജബ്രഹാമും എല്ലാവരും ഉണ്ട്. അവിടെ നിൽക്കുന്ന വീട്ടിൽ പോയിരിക്കുന്നു. കടാമ്പള്ളി. അതിനകത്തൊരു കാര്യമുണ്ട്. അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയും ഇവർ പോറ്റിയുടെ കൂടെ നിൽക്കുന്നു, സോണിയയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ രംഗത്ത് അവതരിപ്പിച്ചതിന് അവർ രണ്ടുപേരും കൃത്യമായിട്ടുള്ള വിശദീകരണം കൊടുത്തു. അവരാരും ഞങ്ങൾ ഇതല്ലെന്നോ പിന്നെ എം വി ഗോവിന്ദൻ പറയുന്ന പോലെ AI ആണെന്നൊന്നും അവർ പറഞ്ഞില്ല. അവർ പറഞ്ഞു ഞങ്ങളോട് കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പം അടൂർ പ്രകാശിൻ്റെ മണ്ഡലത്തിലുള്ള ആളാണ്, അദ്ദേഹം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. കൂട്ടത്തിൽ അപ്പോൾ ആന്റോ ആന്റണി ഉണ്ടായിരുന്നു. അത്രയാണ് ഞങ്ങൾ തമ്മിലുള്ള വിഷയം. അതേസമയം ഈ പറയുന്ന രണ്ടുപേരുടെ വീട്ടിൽ പിന്നെ പോറ്റിയുടെ വീട്ടിൽ രണ്ടുപേരാ പോയ മുൻ മന്ത്രിയായിട്ടുള്ള രാജു എബ്രഹാം പോയി. ഇവരെന്താ പ്രതികരിച്ചത്? ഈ ഫോട്ടോ വന്നപ്പോൾ ഇവരവരുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ കുടുംബാംഗങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ വന്നപ്പോൾ അവർ പ്രതികരിച്ചത് ഞങ്ങളിത് മറന്നുപോയി. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, അദ്ദേഹത്തിന് ഉപഹാര സമർപ്പണം നടത്തിയത് ഇയാൾ അച്ഛനെങ്ങാണ്ട് ഒരു വയസ്സായ മനുഷ്യൻ്റെ ഇപ്പോൾ ഉണ്ട്, അവിടെ ഇരുന്നൊരു ഉപഹാരം ഞാൻ കൊടുത്തു എന്നാണ്. നമ്മുടെ വീട്ടിൽ ഇവരെല്ലാം അപ്പോൾ കിലുക്കത്തിലെ കിട്ടുണ്ണിമാരാ. ഒരു സത്യം പറയട്ടെ, എനിക്കതൊന്നും ഓർമ്മയില്ലാന്ന് ഇന്നസെന്റ് പറയുന്നത് പോയിട്ട് മടങ്ങി വരുമ്പോൾ. അതേപോലെയാണ് ഇവർ പറയുന്നത്. ഈ ഫോട്ടോ കാണിച്ചിട്ട് പറയുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾക്കത് ഓർമ്മയില്ലെന്നാണ്. ഞങ്ങൾക്കിത് ഞങ്ങൾ പെട്ടെന്ന് മറന്നുപോയി, ഞങ്ങൾക്ക് പെട്ടെന്ന് അൾഷിമേഴ്സ് ബാധിച്ചു, ഞങ്ങൾ പെട്ടെന്ന് എല്ലാം മറന്നുപോയി എന്നാണ് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ വ്യക്തതയോടെയും കൃത്യതയോടെയും പറഞ്ഞു. ഇന്നിപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടി പറയാമെന്നാണ് ഇപ്പം പറഞ്ഞു കാണും. ഇപ്പം നമ്മൾ ഈ പരിപാടി ഷൂട്ട് ചെയ്യുന്ന സമയം വരെ അത് പറഞ്ഞിട്ടില്ല. ആരോപണത്തിന് പുള്ളി മറുപടി പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അന്തരീക്ഷത്തിൽ നിന്നൊരു പ്രചാരണ വിഷയം കൊണ്ടുവരികയാണ് അവർ. എത്രത്തോളം അവർ പിന്നെ ഈ സ്വർണ്ണക്കൊള്ള വിഷയത്തെ CPM എത്രത്തോളം ഭയക്കുന്നു. അല്ല, മാത്രമല്ല, വളരെ രസകരമായ മറ്റൊരു കാര്യം ഇവർ തന്നെ പറയുന്നുണ്ട്. കടകംപള്ളിയുടെ വിഷയം വരുമ്പം മന്ത്രിക്ക് നേരിട്ട് അവിടെ ഒരു കാര്യത്തിൽ ഇടപെടലില്ല എന്ന് പറയുന്നുണ്ട്. അതിനവർ തെളിവൊക്കെ പറയുന്നുണ്ട്. മന്ത്രി ഇടപെടേണ്ട കാര്യം ദേവസ്വം ബോർഡ് നോക്കിക്കൊള്ളുന്നത്. അതേ പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പം പറയുന്നത് KC വേണുഗോപാലാണ് ഈ പോറ്റി അവിടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇവർക്ക് ഇവരുടെ കുറേ മണ്ടന്മാരായിട്ടുള്ള കുറേ സൈബർ പോരാളികളും അണികളും ഉണ്ട്. ഈ മണ്ടത്തരം ഇവർ എഴുന്നള്ളിക്കും. ഈ താഴെ വരുന്ന ഈ സൈബർ പോരാളികൾ ഇത് എങ്ങും നോക്കാതെ എടുത്തു വെച്ച് ഏറ്റുപറയും. ഇമാതിരി ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് കയറി വരുന്ന പറഞ്ഞാൽ ഇത് പതുക്കെ ഉണ്ടല്ലോ, ഇവരിതൊക്കെ വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ ഈ പറയുന്ന KC വേണുഗോപാലിനെ പിടിക്കുന്നതോടെ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി KC വേണുഗോപാലാണെന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിണറായി പറഞ്ഞു വയ്ക്കുകയാണ്, നിങ്ങൾ മുഖ്യമന്ത്രിയാണെങ്കിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കാൻ തയ്യാറല്ലെന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം വേറെ ആരെയും ആക്രമിക്കാതെ പുള്ളി KCയെ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഞങ്ങൾക്ക് വെല്ലുവിളി നേരിടേണ്ടി വരുന്നത് KCയിൽ നിന്നായിരിക്കും. അദ്ദേഹമായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. ഇപ്പോഴേ മുളയിലെ നുള്ളുക എന്നുള്ള ഒരു പ്ലാനും കൂടി അതിൻ്റെ മുന്നിലുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. അതെ, ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഇനി മുഖ്യമന്ത്രി തിരികൊളുത്തി സ്ഥിതിക്ക് ഈ ദിവസങ്ങളിലൊക്കെ സൈബർ പോരാളികൾ അത് തന്നെ എടുത്ത് കൊടുക്കാനും സാധ്യതയുണ്ട്. അല്ല, ഇത് എന്താണെന്നറിയ കഴമ്പില്ലാത്ത ഒരു ആരോപണം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പ് വേണം. ഇവർ കൊണ്ടുവരുന്ന ഈ ആരോപണങ്ങൾ ഒന്നും മുന്നോട്ട് പോകാത്തതിൻ്റെ കാരണം എന്താ? ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. ഇപ്പം സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റിയും അടൂർ പ്രകാശും ആന്റോ ആന്റണിയും നിന്നു എന്നും പറഞ്ഞ് ഇവർ കുറേ നാളായിട്ട് ഈ പടവും എപ്പോഴും ഇപ്പം ശബരിമലയിൽ ഈ വിഷയം ഇപ്പം നിയമസഭ വരുമ്പോൾ ഇപ്പം നമ്മൾ ശരണം വിളിക്കുന്ന പോലെ രാവിലെ എണീറ്റ് 2 ശരണവും വിളിച്ചോണ്ടാവും ശിവൻകുട്ടി അതിനകത്ത് പറഞ്ഞിരിക്കുക. ആരാ പുള്ളി ഈ പാട്ടങ്ങ് പാടിക്കൊണ്ടിരിക്കുക. കാരണം ഈ പാരഡി പാട്ട് പുള്ളിയുടെ മനസ്സിനെ അത്രത്തോളം അങ്ങ് സ്വാധീനിച്ചു. CPM-നെതിരെ ഇറക്കിയ പാരഡി ഗാനമാണ്. പക്ഷെ അത് ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ആള് മന്ത്രി ശിവൻകുട്ടിയാണ്. അപ്പോൾ പുള്ളി എന്ന് നിയമസഭ വന്നാലും ആദ്യം ഇതാ പാടുന്നത്, പോറ്റിയെ കയറ്റിയത് ആരപ്പ, കോൺഗ്രസ് ആണേ അയ്യപ്പ എന്നാണ് പുള്ളിയുടെ പാട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സ്വാധീനം ഈ മന്ത്രിയുടെ മനസ്സിൽ വരെ കിടക്കുമ്പോൾ പൊതുജനത്തിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ആ ഒരു പാട്ടിനെയാണ് ഇവർ ഭയക്കുന്നത്. അതെ അതെ,
പാട്ടിനെയാണ് ഭയക്കുന്നത്. അവർ എപ്പോഴും ഈ തെറി പറയുന്നത് ഈ പാട്ടിനെയാണ്, ഇവർ തിരിച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ഈ പാട്ടിനെയാണ്. ആ ഒരൊറ്റ പാട്ടിന്റെ ഭയം അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാണ്, വേട്ടയാടുകയാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കും പിണറായി രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത്. പിണറായിയെ ഇപ്പം നേരിട്ട് ഇറക്കിയിരിക്കുന്നത് ഇത് പറയാൻ വേണ്ടിയാണ്. പക്ഷേ തിരിച്ചുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവും. അതിന് പിണറായി മറുപടി പറയുകയില്ല. അതിന് പുള്ളി മറുപടി പറയത്തില്ല. പുള്ളി അപ്പോൾ ഒന്ന് ചിരിക്കും. പുള്ളിയുടെ സ്വഭാവം അറിയാമല്ലോ, ഇച്ചിരി കൊനസ്റ്റ് ചോദ്യം വന്നാൽ പുള്ളി 2 ചിരിയൊക്കെ ചിരിച്ചേച്ച് അതിനെ അങ്ങ് തള്ളി വിടും. ഒരിക്കലും ചിരിക്കാത്ത ആളെന്നാണ് പിണറായിയെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള കാര്യം വരുമ്പോൾ മാത്രമാണ് നമ്മൾ പുള്ളിയെ ചിരിക്കുന്നതും പുള്ളിയുടെ മുഖത്ത് അപ്പോഴത്താണ് ഒരു ഭാവമാറ്റം ഉണ്ടാവുകയും ചെയ്തത്. ഇപ്പം എന്തായാലും ഇന്ന് KC വേണുഗോപാൽ പ്രതികരിക്കും. KC വേണുഗോപാൽ പ്രതികരിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.